ഒരു ദശാബ്ദക്കാലത്ത് ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ വിഖ്യാത ചലച്ചിത്രകാരൻ വീണ്ടും സംവിധായക മേലങ്കി അണിയുന്നു. അതും തന്റെ 85-ാം വയസ്സിൽ. ഒരുപക്ഷേ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന സംവിധായകന്റെ ചലച്ചിത്ര സംരംഭം ആകും ഈ സിനിമ. ലോക സിനിമയിൽ മലയാളത്തിന്റെ കയ്യൊപ്പ് ചോർത്തിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും പുതിയ ചലച്ചിത്ര സംരംഭത്തിന് തുടക്കമായി. അടൂര് 10 വർഷത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നു എന്നതുപോലെ തന്നെ ശ്രദ്ധേയമാണ് 30 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും അടൂരും ഒന്നിക്കുന്നു എന്നതും. അടൂരിന്റെ അനന്തരം, മതിലുകൾ, വിധേയൻ എന്നീ ചിത്രങ്ങളിലാണ് മമ്മൂട്ടി ഇതിനു മുമ്പ് അനശ്വരമാക്കിയ വേഷങ്ങൾ ഉള്ളത്. 1987 അനന്തരം എന്ന ചിത്രത്തിലൂടെയാണ് അടൂരിന്റെ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത്. അനന്തരത്തിൽ ഡോക്ടർ ബാലു മലയാളത്തിന് പുതിയൊരു കാഴ്ചയായിരുന്നു. 1990-കളിൽ മതിലുകൾ സംവിധാനം ചെയ്തപ്പോൾ അടൂരിന്റെ മുന്നിൽ ബഷീറായി മമ്മൂട്ടി എത്തി. 4 വർഷത്തിനു ശേഷം 1993-ൽ വിധേയൻ. 1994-ലാണ് ചിത്രം ഔദ്യോഗികമായി റിലീസായത്. എടുക്കുമ്പോൾ ഭാസ്കര പട്ടേലായി മമ്മൂട്ടിക്ക് പകരം മറ്റൊരാളെക്കുറിച്ച് അടൂർ ചിന്തിച്ചിട്ടുമുണ്ടാകില്ല. പിന്നീട് നീണ്ട 32 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ചിത്രം വരുന്നത്. എറണാകുളത്തെ അമ്പലമേട്ടിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ഭൂരിഭാഗവും ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. വയനാട്, പൂയംകുട്ടി, തിരുവനന്തപുരം, എറണാകുളം, മറ്റ് ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ബാക്കി ചിത്രീകരിക്കുക. ഏതാണ്ട് 2 മാസം കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1972-ൽ സ്വയംവരം എന്ന തന്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ ദേശീയ, രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത അടൂരിന്റെ ചലച്ചിത്ര യാത്രയിൽ 13-ാമത്തെ സിനിമയാണ് തുടക്കമായത്. മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറായിരിക്കുന്നത് അടൂരും എഴുത്തുകാരനായ മുൻ IAS ഉദ്യോഗസ്ഥനായ KV മോഹൻകുമാറും ചേർന്നാണ്. സിനിമയിലെ മുഖ്യ കഥാപാത്രം ചെയ്യുന്നത് അടൂരിന്റെ ഇഷ്ടനടൻ കൂടിയായ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി തന്നെ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് പദയാത്ര. 5 പതിറ്റാണ്ടിലേറെ നീളുന്ന ചലച്ചിത്ര പരസ്യത്തിൽ അടൂരിന്റെ 12 മുഴുനീള ചലച്ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഓരോന്നും വേറിട്ടു നിൽക്കുന്ന പ്രമേയത്തിലൂടെയും ആഖ്യാനങ്ങളുടെയും ലോക ചലച്ചിത്ര വേദിയിൽ മലയാളത്തിന്റെ ശബ്ദമായി മാറാനും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റാനും അടൂർ ചിത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മധുവിനും ശാരദയ്ക്കും പ്രധാന വേഷത്തിൽ അഭിനയിച്ച സ്വയംവരത്തിൽ തുടങ്ങി യാത്ര തുടങ്ങി അങ്ങോട്ട് മലയാളത്തിലെ ജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും അതിന്റെ വിവിധ തലങ്ങളിലും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ ഒരുപിടി ചലച്ചിത്രങ്ങളോടെ മുന്നേറി. ഫഹദ് ഗോപി അസാമാന്യ പ്രകടനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കൊടിയേറ്റം, മലയാളത്തിലെ എക്കാലത്തെ മികച്ച രാഷ്ട്രീയ സിനിമകളിൽ ഒന്നായ മുഖാമുഖം, മലയാള മനസ്സിന്റെ ജീർണിച്ച സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടിയ എലിപ്പത്തായം, ബഷീറിയൻ കഥയെ ആസ്പദമാക്കിയ മതിലുകൾ, ഭാസ്കര പട്ടേലും എന്റെ ജീവിതം എന്ന സക്കറിയുടെ കഥയെ അധികരിച്ച് തയ്യാറാക്കിയ വിധേയൻ എന്നിങ്ങനെ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച ചലച്ചിത്രകാരനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. 2016-ൽ പുറത്തിറങ്ങിയ ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിൽ ചെയ്ത പിന്നെയുമാണ് അടൂരിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മുഴുനീള ഫീച്ചർ ഫിലിം. എന്നാൽ മുൻ ചിത്രങ്ങളിലെ പോലെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റാൻ ഈ ചലച്ചിത്രം കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടൂരിന്റെ തന്നെ ഏറ്റവും പുതിയ ചലച്ചിത്രമായി എത്തുന്നത് സിനിമാ ആരാധകർക്കും നിരൂപകർക്കും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ശ്രദ്ധേയ ചലച്ചിത്രങ്ങളുടെ മാത്രമല്ല, സാമൂഹ്യ രംഗങ്ങളിൽ ഇടപെടലുകളുടെയും മലയാള സമൂഹത്തിൽ സ്വന്തമായി ഇടമുള്ള വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. പൂനെ ഫിലിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം കുളത്തൂർ ഭാസ്കരൻ നായരുമായി ചേർന്ന് ചലച്ചിത്രമേഖ എന്ന പേരിൽ ഫിലിം സൊസൈറ്റി സ്ഥാപിച്ച് മലയാളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ദേശീയ, രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നല്ല സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ മലയാളികൾക്ക് മുന്നിൽ ലോക സിനിമയെ വിശാലമായ ജാലകം തുറന്നുകൊടുത്ത ചിത്രലേഖ. മലയാളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ അങ്ങനെ തുടക്കം കുറിച്ച വ്യക്തികൾ ഒരാളായും അടൂര് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അടൂരിന്റെ സിനിമകൾ പലതും പല കാരണങ്ങളാൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. രാഷ്ട്രീയമായ വിമർശനങ്ങളായിരുന്നു മുഖാമുഖം നേരിട്ടതെങ്കിൽ വിധേയൻ കഥാകൃത്തായ സക്രിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനമാണ് വിധേയമായത്. അതേസമയം തന്നെ സാമൂഹ്യ രംഗത്ത് ചില നിരീക്ഷണങ്ങളുടെയും ഇടപെടലുകളുടെയും പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ. കോട്ടയത്തെ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടൂരിന്റെ താരതമ്യേന കർശനമായ നിലപാടുകൾ കടുത്ത വിമർശനങ്ങൾ ക്ഷണിച്ചുവരുത്തി. എന്നാലും വിമർശനങ്ങൾക്ക് മുന്നിൽ തന്റെ നിലപാടുകൾ എപ്പോഴും അതേപടി നിലനിർത്തുന്ന ആളാണ് അദ്ദേഹം. നടിയെ ആക്രമിച്ച കേസിൽ ആരോപണവിധേയനായ നടൻ ദിലീപിനെ ന്യായീകരിക്കുന്നതിലൂടെ ദളിത് വനിതാ സംവിധായകർക്ക് സർക്കാർ നൽകുന്ന ഗ്രാന്റിന് കൃത്യമായ ഓഡിറ്റ് വേണമെന്ന്, അവർക്ക് പരിശീലനം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടതിലൂടെയും ഒക്കെ പലപ്പോഴും പുരോഗമന സമൂഹത്തിന്റെ അപ്രീതി പാതയാണ് ഈ ചലച്ചിത്രകാരൻ.
വലതുപക്ഷ രാഷ്ട്രീയത്തിന് നിശിത വിമർശനം കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെയും നെഹ്റുവിൻ സോഷ്യലിസത്തെ തുടർച്ചയായുള്ള അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെയും ഒക്കെ പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ള ചലച്ചിത്രം കൂടിക്കാരനാണ് അടൂർ. എന്തിനേറെ ആൾക്കൂട്ട കൊലപാതകങ്ങളെ വിമർശിച്ച അടൂർ ഗോപാലകൃഷ്ണനോട് സഹിക്കാൻ ആകുന്നില്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോകാൻ ഒരു ബി.ജെ.പി. നേതാവ് നിർദ്ദേശിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഒരറ്റത്ത് ജാതി പോലുള്ള വിഷയങ്ങൾ അടൂരിന്റെ നിലപാട് പുരോഗമനവാദികൾ എതിർക്കുമ്പോൾ, മറുവശത്ത് രാഷ്ട്രീയ വിഷയങ്ങൾ അടൂരിന്റെ നിലപാട് ചരിത്രവും സാമൂഹ്യ രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ അടൂരിന്റെ നിലപാട് പിന്തുണ ഏറെയുണ്ട്. ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ പാകപ്പിഴകളെക്കുറിച്ചും കലാമൂല്യമുള്ള സിനിമകളെ സെൻസർ ബോർഡിന്റെ അനാവശ്യ ഇടപെടലുകളെക്കുറിച്ചും ചലച്ചിത്ര മേഖലയിൽ അച്ചടക്കം ഇല്ലായ്മയെക്കുറിച്ചും അടൂർ പലവട്ടം തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിത്രങ്ങളെപ്പോലെ തന്നെ വിമർശകരും ഏറെയാണ് ഈ ചലച്ചിത്രകാരന്. സിനിമയിലെ കഥാപാത്രങ്ങളായി നടീനടന്മാരെ കണ്ടെത്തുന്നതിനും അടൂര് വ്യത്യസ്തമായ രീതിയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും എല്ലാവർക്കും. സമാന്തര സിനിമകളുടെയും വാണിജ്യേതര സിനിമകളുടെയും കാര്യത്തിൽ പൊതുവിൽ നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളെ പലപ്പോഴും മറികടക്കുകയാണ് അടൂർ ആദ്യ ചിത്രം മുതൽ ചെയ്തു തുടങ്ങിയത്. അടൂർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ സ്വയംവരത്തിൽ അന്ന് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മധുവിനെയും ശാരദയും നായികാനായകന്മാരാക്കി ആയിരുന്നു. പൊതുവിൽ സമാന്തര സിനിമകളും വാണിജ്യേതര സിനിമകളും വാണിജ്യ സിനിമകളിലെ താരങ്ങളെ ഒഴിവാക്കുന്ന കാലത്തായിരുന്നു അടൂർ അവരെ വെച്ച് സ്വന്തം സിനിമ ചെയ്തത്. അതിനുശേഷം ഗോപിയും കരമന ജനാർദ്ദനൻ നായരും അടൂരിന്റെ നായകനായി എത്തി. 1987 മമ്മൂട്ടിയും. പിന്നെ തുടർച്ചയായി രണ്ട് ചിത്രങ്ങൾ വന്നതും നായകൻ മമ്മൂട്ടി തന്നെ. പിന്നെ 2017 ദിലീപിനെയും കാവ്യ മാധവനെയും നായിക കഥാപാത്രങ്ങളാക്കിയായിരുന്നു അടൂരിൻ ചിത്ര. മലയാളത്തിൽ നിന്ന് ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ചലച്ചിത്രകാരനാണ് അടൂർ. ഏതാണ്ട് 2.5 ദശാബ്ദം മുമ്പ്. അതിനുശേഷം മലയാളത്തിന് അവാർഡ് കിട്ടുന്നത് ഇക്കഴിഞ്ഞ വർഷം മോഹൻലാലിലൂടെ മാത്രമാണ് കേരളത്തിലെത്തിയത്. വിധിയൻ, മതിലുകൾ തുടങ്ങിയ ചിത്രങ്ങളോടെ മമ്മൂട്ടിക്ക് പലവട്ടം സംസ്ഥാന, ദേശീയ ബഹുമതികൾ നേടിക്കൊടുത്ത ചലച്ചിത്രകാരനാണ് അടൂര്. രസകരമായെന്ന് പറയട്ടെ, എന്നാൽ ഒരു വട്ടം പോലും മോഹൻലാലിനെ വെച്ച് അടൂർ സിനിമ ചെയ്തിട്ടില്ല. മലയാള സിനിമയിലെ നവതരംഗത്തിന് തുടക്കം കുറിച്ച ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കഥ പറച്ചില്, ദൃശ്യഭാഷയുടെ സർവ്വസാധ്യതകളും ഉപയോഗിച്ചുള്ള സംവിധായകൻ. സങ്കീർണമായ കഥാതന്തുക്കൾ, ദൃശ്യപരതയുള്ള എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിയാണ് അടൂർ ആവിഷ്കരിക്കുന്നത്. പലപ്പോഴും ഡയലോഗുകൾക്കപ്പുറത്ത് ദൃശ്യം കൊണ്ട് മാത്രം പ്രേക്ഷകരിലേക്ക് കഥ എത്തിക്കാനുള്ള അടൂരിന്റെ മികവ് അതിശയിപ്പിക്കുന്നതാണ്. തന്റെ ആദ്യ ചിത്രമായ സ്വയംവരത്തിൽ തന്നെ മൗനത്തിന്റെ വാചാലതയും നിശബ്ദതയുടെ സാധ്യതകളും അതിസൂക്ഷ്മമായി ഉപയോഗപ്പെടുത്തിയിട്ടുകൊണ്ടാണ് ഈ ചലച്ചിത്രകാരൻ അറിയപ്പെടുന്ന. കഥകൾക്ക് ദൃശ്യം ഭാഷ്യം ചമയ്ക്കുമ്പോഴും അതിൻ്റെ തൻ്റെതായ കയ്യൊപ്പ് കൊണ്ടുവരുന്നു അടൂർ. അത് ബഷീറിന്റെ മതിലുകൾ ആകട്ടെ, സക്കറിയയുടെ പട്ടയിലും തൊമ്മിയും ആകട്ടെ, അടൂരിന്റെ കയ്യിലെത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായി മാറുന്നു. മലയാളിയുടെ നിത്യജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങളെ ഒപ്പിയെടുക്കുകയും അവയെ അപ്രഭാവലി പ്രതിഫലിപ്പിക്കുകയും ചെയ്ത മലയാളി മനസ്സിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് അടൂരിന്റെ ചിത്രങ്ങൾ ഏറെയും. അടൂർ ചിത്രങ്ങൾക്ക് എപ്പോഴും സമാന്തരമായ സാംസ്കാരിക കാഴ്ചയുണ്ട്. അടൂർ ചിത്രങ്ങൾ അത് സ്വയംവരം മുതൽ പിന്നെയും വരെയുള്ള ഏതിലാണെങ്കിലും, അത് തെക്കൻ തിരുവിതാംകൂറിലെ കേന്ദ്രീകരിച്ചുള്ള നിലക്കുത്താകട്ടെ, ദക്ഷിണ കർണാടകയിലുള്ള സ്വാധീനമുണ്ടാകേണ്ട വിധേയനാകട്ടെ, ആ സിനിമ താൻ കണ്ട ജീവിച്ച വേരുകൾ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന സാംസ്കാരിക ഭൂപടത്തിൽ ആഴത്തിനും സാമർത്ഥ്യത്തിനും സന്നിവേശിക്കുന്നത് കാണാം.